ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മളിപ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഗോഗോ ലാൻഡിൽ വന്നേക്കാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയമായപ്പോൾ നമ്മൾ ബ്രൈമൂർ പോയി. അപ്പോൾ ഈ വർഷവും എല്ലാവർക്കും കൂടെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗോഗോ ലാൻഡിൽ വന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ കപ്പ് ഓഫ് ടീ അല്ലേ ഗോഗോ ലാൻഡ്, വീഗ ലാൻഡ്, വണ്ടർലായിരുന്നു. പിന്നെ അമ്മ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. ഇവിടെ 9:30 ഓപ്പൺ ആവും. അപ്പോൾ കറക്റ്റ് 9:30 വരണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പക്ഷെ എത്തിയപ്പോൾ 10:30 ആയി. ഇവിടെ ആണെങ്കിൽ ഫുൾ വണ്ടികൾ, ഇത് പാർക്കിങ്ങും ഒരുപാട് വണ്ടികൾ. അപ്പം എങ്ങനെ ആവും അറിയില്ല. പിന്നെ നമ്മൾ ബുക്കൊന്നും ചെയ്തില്ല, അതുകൊണ്ട് ഇവിടുന്ന് തിരിച്ചു പോകണോ വേണ്ടേന്ന് പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ആള് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ഒന്നും അല്ല സത്യം പറഞ്ഞു. കാരണം എനിക്കെല്ലാം ഭയങ്കര പേടിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. സോ ഇപ്പോൾ പ്രേസിച്ച് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. ഇവിടെ നോക്കുമ്പോൾ എല്ലാം വലിയ വലിയ വണ്ടികൾ, കാറുമല്ല, വലിയ വലിയ ബസ്സുകളാണ്. കാണിച്ചു തരാം ഗൈസ്. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞത്, ഫുൾ വണ്ടികള്. അയ്യോ സോറി ധനു. ഇതല്ല നമ്മുടെ കൂടെ വന്നവർ, ഇതല്ല കുറച്ച് പേരൊക്കെ. നമ്മുടെ കൂടെ 17 പേരാണ് ഉള്ളത്. ഇതൊക്കെ വേറെ ഫാമിലീസ്. ഇവിടുന്ന് ബോട്ട് പിടിച്ചിട്ട് വേണം ഗോഗോലാൻഡിൽ പോവാൻ. നല്ല ഭംഗിയുണ്ടല്ലേ ആ സ്ഥലമൊക്കെ ബാക്കില്. ഞാൻ ഇന്നേ വരെ ബോട്ടിൽ കയറിയിട്ടില്ല. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി മൈ ഫസ്റ്റ് ബോട്ട് എക്സ്പീരിയൻസ് എന്ന് പറയാം. നമ്മുടെ കൂടെ ഉള്ളവർ ഒരു സ്റ്റെപ്പ് കയറി. ഇതിൽ നമ്മൾ ടോട്ടൽ 17 പേരുണ്ട്. അപ്പോൾ 17 പേർക്കും കൂടെ ഇതിനകത്തിരിക്കാൻ പറ്റൂല. ഓ, അപ്പം അടുത്ത സ്റ്റെപ്പിലായിരിക്കും നമ്മൾ കയറാൻ പോണം. കൈസ്, അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ ഞാൻ ബോട്ടിൽ കയറി. ഞാൻ ബോട്ടിൽ കയറിയിട്ടില്ല. ഓ ഇല്ല, ഞാൻ കയറിയിട്ടുണ്ടോ? ഞാൻ കയറിയിട്ടില്ല. പോടാ, എടുത്തോ. ഞാൻ നിന്റെ കാര്യമല്ല പറഞ്ഞത്. ഇത്ര ദൂരേ ഉള്ളൂ. ആ സ്ഥലത്തുനിന്ന് ഇങ്ങ് വരെ വരാനായിട്ടാണ് ബോട്ടിൽ കയറിയത്. പക്ഷേ എക്സ്പീരിയൻസ് ആയില്ലേ. നല്ല രസമായിരുന്നു. ഗൈസ്, ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ്. നല്ല ഭംഗിയുണ്ട്. ഞാൻ വന്നിരുന്നേല് ഇത് ഞാൻ മിസ് ചെയ്തേനെ. ഇപ്പൊ തറ കിടന്നേനെ. നല്ല ഭംഗി. ഗൈസ്, ഞാൻ എൻ്റെ മുടി വീണ്ടും ഷോർട്ടാക്കി. ഇന്ന് ഇവിടെ വരുന്നതിന് മുന്നേ രാവിലെ ഒരു 9 മണിക്ക് എണീറ്റ് ഞാൻ അവിടെ അടുത്ത് എനിക്ക് മുടി വെട്ടി തരാൻ പറഞ്ഞു. സോ ഷോർട്ട് ഹെയർ ആയി. ഐ തിങ്ക് ഇതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് നേരത്തേക്കാളും. അല്ലേ അമ്മു? അല്ലേ? യാ. പെരുത്തിടുമ്പോൾ കൊള്ളൂല്ല, ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു. ഇത് പോയ്സണസ് ഉദളങ്ങ മരം എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. പണ്ട് വിഷം കഴിക്കുന്നതിന് പകരം ഉദളങ്ങ കഴിച്ചായിരുന്നു അത്രേ ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്നത്. അയ്യോ, അതായിരിക്കും ഈ സാധനം. ഇതാണ് ഉദളങ്ങ. ഇത്രയും സ്ഥലം കൊള്ളാം ഗൈസ്. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോഴും നല്ല ഭംഗിയായിരുന്നാൽ മതിയായിരുന്നു. കാരണം ഗോഗോലാൻഡിനെ പറ്റി ഒരുപാട് നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അത് കണ്ടിട്ടും ഇങ്ങോട്ട് വന്നു. കാരണം ഓൾറെഡി നമ്മൾ ക്യാഷ് കൊടുത്തിട്ടും എക്സ്ട്രാ റൈഡ്സിന് നമ്മൾ വീണ്ടും പേ ചെയ്യണമെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഹൂനോസ്. പക്ഷേ എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ റൈഡിലൊന്നും കയറാൻ എനിക്ക് താല്പര്യമില്ലാത്ത ആളായതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എങ്ങനെയുണ്ട് വെൽക്കം ജ്യൂസ്? ബാക്കിൽ കൊടുക്കുന്നതാണ് വെൽക്കം ജ്യൂസ് ഗൈസ്. ഞാൻ മൈക്ക് എടുക്കട്ടെ. അല്ല പറഞ്ഞോ. എങ്ങനെയുണ്ട് ജ്യൂസ്? ടാങ്ക് വിലക്ക് വെച്ചിരിക്കുന്നത് ഗൈസ്. ലിറ്ററലി ഞാൻ കുടിച്ചില്ല, ഭയങ്കര മധുരം. പിന്നെ ഇവിടെ ഫുഡ് ഇൻക്ലൂഡഡ് ആണ് ഈ പാക്കേജിൽ. പക്ഷെ 3 മണിക്കേ കിട്ടുള്ളൂ. അതല്ലേ, അതൊരു വിഷമിരിക്കണം. സോ ബാഡ്. നല്ല ഭംഗിയുള്ള ഇത് റിസോർട്ട് ആയിരിക്കും. അത് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമാണോ? ഓക്കെ, അങ്ങോട്ടാ ഗൈസ്. ഇവരിവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം ആണ് ഗൈസ് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ. അമ്മയും കുഞ്ഞമ്മയും കൂടെ, ഇവരാണ് ബെസ്റ്റീസ് ആക്ച്വലി. അങ്ങനെ ബെസ്റ്റീസ് എൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ മാറി
ഗൈസ് ഇതാണ് മാളുവിന് എൻ്റെ വീഡിയോയിലൊന്നും കണ്ട് കാണൂല. അപ്പോൾ എന്താണ് പറയാൻ വന്നത്, നമ്മള് ഡ്രസ്സൊക്കെ മാറി. ഇവിടെ നൈലോണൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതൊന്നും അല്ല, എല്ലാവരും കോട്ടൻ്റെ ഒക്കെ ഇടുന്നുണ്ട്. ഞാൻ പറയണൊക്കെ കേൾക്കുമോ എന്തോ, ഇവിടെ ഭയങ്കരമായിട്ട് പാട്ടിട്ടുണ്ട്. സോ നമ്മള് പിന്നെ ഈ സംഭവത്തിലൊക്കെ കയറാൻ പോവുകയാണ്. ഒരുപാടൊന്നും ഇല്ല കേട്ടോ അത്, ലൈക്ക് നമ്മുടെ വണ്ടർലേ അത് വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റൂല, എന്നാലും എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ വെള്ളത്തിൽ ഇറങ്ങുന്ന ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഫുഡൊക്കെ കഴിച്ചിട്ട്. ഇപ്പോഴേ വിശക്കുന്നുണ്ട്, പക്ഷെ 3 മണിക്ക് ഫുഡ് കിട്ടുള്ളൂ. ഇപ്പൊ മണി 11 ആയതേ ഉള്ളൂ. ഇനി ഫോണ് മാറ്റി വെക്കൂന്ന് അറിയില്ല, ഇല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോണത്. ഹായ് പറ. ഹായ്. പേര് പറ. ധനു. അപ്പൊ ഇപ്പൊ റൈഡിലൊക്കെ കേറാൻ നേരം ഫോൺ അടുത്തുണ്ടെങ്കിൽ ഞാൻ എടുക്കും, അല്ലേല് എടുക്കാൻ പറ്റില്ല ഗായ്സ്. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് സിപ്പ് ലൈനിൽ, അത് ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് കയറി, എന്നെ ആരും നിർബന്ധിച്ചില്ല, ഞാൻ സ്വന്തമായിട്ടാണ് കയറിയത്. അപ്പോൾ ഞാൻ കയറാൻ നേരം ആ ചേട്ടനോട് കുറേ ഡൗട്ട് ചോദിച്ചു, കൈ വിടണോ അത് ഊരി പോകുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു കൈ വിട്ട് പോകാനായിട്ട്. അപ്പോൾ ഞാൻ 2 സെക്കൻഡ് കൈ വിട്ട് നോക്കി, കുഴപ്പമില്ല കേട്ടോ, വലിയ പ്രശ്നമൊന്നുമില്ല. എന്നെ പോലെ ലീസ്റ്റ് അഡ്വഞ്ചറസ് പേഴ്സണൊക്കെ കയറാൻ പറ്റും. ചെറുക്ക് ഇവിടെ പറ്റും. അപ്പോൾ അമ്മയും കുഞ്ഞമ്മയൊക്കെ സൈക്കിളിൽ കയറാൻ വേണ്ടി, അത് സൈക്കിളിൽ കയറാൻ വേണ്ടി ഞാൻ റോപ്പ് കയറിയിട്ട് അങ്ങനെ ഉണ്ടാവില്ല. ചാടാൻ പേടിയല്ല, അതല്ലേ അവരങ്ങോട്ട് വലിക്കും, ശിവം ഇങ്ങോട്ട് വലിക്കും. പേടിയായിരുന്നു, ഇതിപ്പോ ഈ സൈക്കിളാണ്. ഗൈസ് വസു ജനറേഷൻ തോറും മാറും പുതുലോകം, ഇത് പുത്തൻ കാലം പുതുപുത്തൻ ലോകം. ഗൈസ് ഇതാണ് ഇവിടുത്തെ റിസോർട്ട് എന്ന് തോന്നുന്നു, ഇതിനകത്തായിരിക്കും എല്ലാവരും താമസിക്കുന്നത്. ഇത് കിഡ്സിൻ്റെ സെക്ഷൻ. ഇതിനകത്ത് എനിക്ക് കയറണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ കിഡ്സിനെ പറ്റുള്ളൂ. ഗൈസ് ഞാൻ മൈക്ക് കൂരി വെച്ച് എത്രത്തോളം നന്നായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാനും അമ്മയും കൂടി ഷട്ടിൽ കളിക്കാൻ പോകണം. അമ്മ ഷട്ടിലിലെ പ്രോയാണ് ഗൈസ്, ഞാൻ നൂബാണ്. ഇവിടെ നേരത്തെ ഞാൻ ധനും കൂടെ വന്ന് നിന്നപ്പോൾ ആരും മൈൻഡ് ചെയ്തില്ല, അതുകൊണ്ട് മുതിർന്ന ഒരാളെയും കൊണ്ട് പോയാൽ ബാച്ച് കിട്ടുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഗൈസ് ബാഡ്മിൻ്റൺ കളിച്ച് എല്ലാവരും തളർന്നു. ഇവിടെ നിന്ന് കുറേ നേരം നമ്മൾ ബാഡ്മിൻ്റൺ കളിച്ച് കുറേ നേരം. ഗൈസ് ഫൈനലി നമ്മുടെ ഫുഡിന് സമയമായി. എല്ലാവർക്കും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി വന്ന്, കാരണം നമുക്ക് ഫുഡിന്റെ ടൈം പറഞ്ഞത് 3 മണിയാണ്. നമുക്ക് ഇവിടെ എത്തിയപ്പോൾ മുതൽ നമുക്ക് ഞാൻ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നു. അയ്യോ അമ്മ കിട്ടാനടിക്കൂല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മുതൽ നമുക്ക് വിശന്നിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ 2:45 നമ്മളെടുത്ത് ചെല്ലാൻ പറയും. എല്ലാവരും തുള്ളിച്ചാടി വരെയായിരുന്നു ലിറ്ററലി വിശന്നിട്ട്. അതിവിടെ പറയേണ്ട ആവശ്യം തോന്നുന്നു. ഇവിടത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി കൊള്ളായിരുന്നാ മതിയായിരുന്നു. ഞാൻ വിചാരിച്ചു ബൊഫേ ആയിരിക്കും ഒന്ന്. ഗൈസ് ദോ ആ ദൂരെ കാണുന്നതാണ് റെയിൻ ഡാൻസ് എന്ന് പറഞ്ഞാല്. പിന്നെ പൂളുണ്ട്, പിന്നെ തലയിൽ കൂടെ നമ്മളെ വണ്ടർലയിലൊക്കെ വെള്ളം എടുത്ത് ഒഴിക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഫോണൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഇനി വെള്ളത്തിൽ ഇറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പൊ ഇനി വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് കാണാം. എടുത്തു തരാം.
ഗൈസ് അങ്ങനെ പൂളിൽ കിടന്നിട്ടാണ് എൻ്റെ കോലം ഇങ്ങനെ ആയത്. സത്യം പറഞ്ഞ ഐബ്രോ എല്ലാം പോയി, എൻ്റെ മേക്കപ്പ് എല്ലാം പോയി. ഇത്രയും നേരം പൂളിൽ കിടക്കിയായിരുന്നു. നല്ല രസമായിരുന്നു. ഇന്ന് വന്നില്ലായിരുന്നതിൽ കുറേ നല്ല മൊമെന്റ്സ് എനിക്ക് പോയേനെ. നല്ല രസമായിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, എൻ്റെ അഡ്വഞ്ചറസ് ലെവലിനെക്കാളും ഒരു 2 ടൈംസ് ഞാൻ എന്തൊക്കെയോ ചെയ്തു ഇവിടെ. കൊള്ളായിരുന്നു. ഗുഡ് ഡേ ആയിരുന്നു, മെമ്മറബിൾ ഡേ ആണ് സത്യം പറഞ്ഞാൽ. ഇനി ഈ സ്ഥലത്തോട്ട് വരുമെന്ന് ചോദിച്ചാൽ ഒരു പിടിയില്ല, ചിലപ്പോൾ വരുമായിരിക്കും. എന്തായാലും വാസ് എ ഗുഡ് ഡേ. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച്, ഇവിടെ നമുക്ക് സ്നാക്സ് ഉണ്ടായിരുന്നു, ചായയും പഴംപൊരിയും ആയിരുന്നു സ്നാക്സ്. അതൊക്കെ കഴിച്ച് നമ്മൾ ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഇവിടെ നിന്ന് തിരിക്കാൻ പോകണം. സമയം ഇപ്പോൾ എത്ര, 6 മണി. ഇന്നത്തെ സൺഡേ ഗോണായി. നാളെ ജോലിക്ക് പോകണം. ആലോചിക്കുമ്പോൾ തന്നെ എന്തോ കുഴപ്പമില്ല, വിഷമില്ല, കണ്ണീര് ഉറച്ചിട്ട് പറയാല്ലേ. യാ സോ ഗൈസ്, ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.